ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് കോവളം കാണാമെന്ന് വിചാരിച്ചു. കാരണം കേരളത്തിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് വിനോദസഞ്ചാര കേന്ദ്രമാണ് ശരിക്കും കോവളം എന്നുള്ളത്. പക്ഷേ ഇതുവരെ ഞങ്ങൾക്ക് കോവളം പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു ഓക്കെ എന്നാൽ കോവളം പോകാമെന്ന്. കോവളത്തിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്രോപ്പർട്ടികളിലൊന്നാണ് താജ്. അപ്പം അങ്ങനെ ഞങ്ങൾ താജിൽ താമസിക്കാമെന്ന് വിചാരിക്കുമായിരുന്നു. അങ്ങനെ താജിലോട്ട് വന്നപ്പോൾ തന്നെയുള്ള ഞാൻ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാവ്, അത്രയും ബ്യൂട്ടിഫുള്ളായിരുന്നു. കാരണം ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കയറി വരുന്ന പോലെ, അതായത് തട്ട് പോലെയാണ്. അപ്പോൾ റോട്ടിൽ നിന്ന് ഒത്തിരി ഹൈറ്റിലാണ് ഇതിൻ്റെ റിസപ്ഷൻ തന്നെ നിൽക്കുന്നത്, അതിൽ നിന്ന് ഹൈറ്റിലാണ് റൂമുകൾ നിൽക്കുന്നത്. അങ്ങനെയാണ് കയറി പോകുന്ന പോലെയായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ കല്ലുകളായിരുന്നു, ഫുൾ കല്ലിൽ തീർത്ത ഇതായിരുന്നു. എല്ലായിടത്തും റൂമുകളാണെങ്കിലും റിസപ്ഷനാണെങ്കിലും എവറിത്തിങ് ലുക്ക് ഒരു സ്റ്റോൺ വർക്ക് പോലെയായിരുന്നു. അതിന് വളരെ നല്ലതായിരുന്നു. ആദ്യം തന്നെ ഞങ്ങളവിടെ ചെക്ക് ഇൻ ചെയ്തപ്പോൾ തന്നെ ഫസ്റ്റ് ഞങ്ങൾ ലഞ്ച് കഴിച്ചു. ദെൻ അവർ ഞങ്ങൾക്കൊരു പ്രോപ്പർട്ടി ടൂർ തന്നു. അപ്പോൾ അവരുടെ പ്രോപ്പർട്ടി ഫുൾ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ഞാൻ ഈ ഇതൊക്കെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അതായത് ഓസിയുടെ മെഹന്തി ഫംഗ്ഷൻ നടന്നത് ഇവിടെയാണ്. അപ്പോൾ ഞാൻ വ്ളോഗിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഈ സ്ഥലമൊക്കെ. അപ്പോൾ തന്നെ ഞാൻ ആലോചിച്ചായിരുന്നു എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം എനിക്ക് വരണം എന്നുള്ളത്. അങ്ങനെ സാധിച്ചു, അനുഗ്രഹിച്ച്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രോപ്പർട്ടിയൊക്കെ ഒത്തിരി നല്ലതായിരുന്നു. ഇതാണ് ഞങ്ങളുടെ റൂമിലോട്ടുള്ള എൻട്രി. ഞങ്ങൾ റൂമിലോട്ട് കയറുമ്പോൾ തന്നെ ഇന്ന് ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണല്ലോ. അപ്പോൾ അവർ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളത് അവരവരുടെ ബെഡിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. വളരെ നല്ലതായിരുന്നു, വളരെ ബ്യൂട്ടിഫുള്ളായിരുന്നു. അതുപോലെ റൂമാണെങ്കിലും ഒത്തിരി നല്ലതായിരുന്നു. ബാൽക്കണി ഉണ്ടായിരുന്നു. നമുക്ക് ബാൽക്കണിയിൽ നിന്നൊരു വ്യൂ ഉണ്ടായിരുന്നു, സീലോട്ടാണ് വ്യൂ ഉണ്ടായിരുന്നത്. ആൻഡ് പിന്നെ അവിടെ ആക്ടിവിറ്റീസ് ആയിട്ടുള്ള എന്ന് പറയുന്നത് സൈക്ലിംഗ് ആണ്. അവിടെ കുറച്ച് സ്ഥലങ്ങളിൽ നമുക്ക് സൈക്ലിംഗ് ചെയ്യാം. ഞാനും ചെയ്തു, റബേക്കയും ചെയ്തായിരുന്നു. What happened? അതിനുശേഷം ഞങ്ങൾ ഈ പ്രോപ്പർട്ടിയുടെ ഉള്ളിൽ തന്നെ അവർക്ക് ഒരു കായൽ പോലെയുണ്ട്. പക്ഷേ ഇതെന്ന് പറയുന്നത് ക്ലോസ്ഡ് വാട്ടർ ബോഡിയാണ്. അതായത് ഇതിനകത്ത് കായലല്ല. ഇത് നമുക്ക് തോന്നും അങ്ങനെ, പക്ഷേ അല്ല. ഇത് അവിടെ ഒരു എൻഡിങ് ഉണ്ട്, അതുപോലെ നിൽക്കുന്നതാണ്. പിന്നെ നമ്മൾ ചില സമയത്ത് മഴയുള്ള സമയങ്ങളിൽ വെള്ളമുണ്ട്, നല്ലോണം വെള്ളമുണ്ട്. അതിനൊരു ചെറിയൊരു ലഞ്ചിന് ജസ്റ്റ് ഒരു 5 to 10 minutes ജസ്റ്റ് ഒന്ന് ദൂരം പോയി സൺസെറ്റൊക്കെ കണ്ടു. കാരണം സൺസെറ്റിൻ്റെ സമയമായിരുന്നു, പോകുന്നതാണ്. അപ്പോൾ അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ. എല്ലാവരും എൻജോയ് ചെയ്തായിരുന്നു. പിന്നെ ഞങ്ങൾ ചെയ്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് കൈറ്റാണ്. ഒരു കൈറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ബെക്ക നന്നായിട്ട് അത് കൈറ്റൊക്കെ ചെയ്യണ്ടായിരുന്നു. അവൾക്ക് എന്തോ പറ്റുന്ന പോലെയൊക്കെ അവൾ ചെയ്യുന്നുണ്ടായിരുന്നു. താഴെ വീഴുമ്പോൾ പക്ഷേ ഓക്കെ, അവൾക്ക് കുറച്ച് നേരമൊക്കെ അവൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ചെറിയ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് തന്നെയായിരുന്നു നമ്മുടെ ടീ ടൈം ആയിരുന്നു. ടീ ആയിരുന്നു, അതുപോലെ സ്നാക്സും ടീയും അവരൊക്കെ കൊണ്ടുവരുന്നു. ഇതാണ് കോവളം ബീച്ച്. അതിലോട്ടുള്ള വ്യൂ, നമുക്ക് വ്യൂ ഉണ്ട്, പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ജസ്റ്റ് വ്യൂ മാത്രമേ നമുക്കിവിടുന്ന് കാണാൻ പറ്റും. പിന്നെ ഞങ്ങൾ വെച്ചാൽ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ അല്ല, അപ്പോൾ അവർ ഒരു കേക്ക് തന്നിട്ടുണ്ടായിരുന്നു. ബർത്ത്ഡേക്ക് ഒരു കേക്ക്, ഒരു ബ്രൗണി പോലത്തെ.
രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതുപോലെ തന്നെ കുറച്ച് പ്രോപ്പർട്ടിയിൽ പോയി, പിന്നെ സ്വിമ്മിംഗ് പൂളിൽ പോയി. പിന്നെ ഇവിടുത്തെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ബയോഡൈവേഴ്സിറ്റിയുള്ള സ്ഥലമാണ്. അതായത് ഒത്തിരി ബേർഡ്സും അതുപോലെ തന്നെ ചെറിയ ചെറിയ ജീവികളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അതൊക്കെ കാണാനും ചിലതൊക്കെ നമുക്ക് കാണാനും പറ്റി. പിന്നെ ഞങ്ങൾ പ്രോപ്പർട്ടിയിൽ പോകുന്ന സമയത്ത് ഞങ്ങൾ യോഗ സെൻറ്ററിൽ പോയിട്ടുണ്ടായിരുന്നു. ഇത് ചെറിയ ചെറിയ വാട്ടർ ഫോൾസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ പ്രോപ്പർട്ടിയുടെ ഉള്ളിലുള്ളതാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് കേട്ടോ. നമ്മൾ ഒരു പ്രാവശ്യമൊക്കെ കാണേണ്ട പ്രോപ്പർട്ടി തന്നെയാണ്. എല്ലാം ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ഭയങ്കര നാച്ചുറലായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അതായത് അതിൻ്റെ ലാൻഡ്സ്കേപ്പ് മാറാതെ അതേപോലെ പ്രിസർവ് ചെയ്തിരിക്കുകയാണ്. അതാണ് അതിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ.